ദ ട്രൂത്ത് ചാനലിൻ്റെ ജാഗ്രത എന്ന സംപ്രേഷണ പരിപാടിയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പരമ്പരയുടെ 2ാം എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇന്ത്യ, നമ്മുടെ രാജ്യം നേടിയിട്ടുള്ള ആ ഒരു നേട്ടങ്ങൾ അത് ഏതാണ്ട് 75 വർഷം കൊണ്ട് നീണ്ടുനിന്ന കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, 1947 രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ ട്രോമ എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യം, ഒരു രാഷ്ട്ര ശരീരം 2ആയിട്ട് അല്ലെങ്കിൽ 3ആയിട്ട് വെട്ടിക്കീറി വിഭജിക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം വേണമെന്നുള്ള ആവശ്യം ശക്തമായപ്പോൾ ആഭ്യന്തര കലാപങ്ങളും വർഗീയ ലഹളകളും രാജ്യത്തെ അസ്വസ്ഥമാക്കി, രക്തച്ചൊരിച്ചിലുകളും വിദ്വേഷവും കടന്നു കൂടിയപ്പോൾ ഒന്നിച്ചു പോകാൻ കഴിയില്ല, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മതത്തിനതീതമായിട്ട് ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്ന് ഒരു വിഭാഗം ശാഠ്യം പിടിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ അവർ കണ്ടുപിടിച്ച ഒരു ഫോർമുലയാണ് 2 രാഷ്ട്രങ്ങൾ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം, ബംഗാളിലെ ഈസ്റ്റ് ബംഗാൾ എന്നറിയപ്പെടുന്ന ആ പ്രദേശം, അവിടുത്തെ മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട് ആ പ്രദേശവും ഈസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള ഒരു പേരിൽ നമ്മുടെ രാഷ്ട്രം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് വിഭജിക്കപ്പെടുകയുണ്ടായി. വലിയ ദുരന്തം, ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് നമ്മളിത് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യ വിഭജനമാണ്. ഏതാണ്ട് 40 ലക്ഷത്തോളം ആളുകൾ അവരുടെ വീടും സ്വത്തും നശിക്കപ്പെട്ടു, നാശമുണ്ടായി, ജീവൻ നഷ്ടപ്പെട്ടു. അവർ കൈ കിട്ടിയ സാധനങ്ങളുമായിട്ട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും ഈസ്റ്റ് ബംഗാളിലേക്കും പോയി. അന്നത്തെ പാകിസ്ഥാൻ പ്രദേശത്തും ഈസ്റ്റ് ബംഗാളിലുണ്ടായിരുന്ന അമുസ്ലിങ്ങൾ അവർ ഇന്ത്യ രാജ്യത്തിലേക്ക് കടന്നു വന്നു. അതേ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നൊരു ഒരു ചരിത്ര നോവൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു ചരിത്രമാണ്, നോവലല്ല. ഡൊമിനിക് ലാപ്പിയർ ആൻഡ് ലാറി കോളിൻസ് എന്ന ഒരു ബ്രിട്ടീഷ് ഫ്രഞ്ച് എഴുത്തുകാരാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ആ പുസ്തകം ഒരിക്കലെങ്കിലും വായിച്ചാൽ നമുക്ക് അക്കാലത്ത് ഇന്ത്യ അനുഭവിച്ച ദുരന്തം എത്ര വലുതായിരുന്നു, എത്ര ഭീകരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കാലഘട്ടം കഴിഞ്ഞു. അവിടെ ബ്രിട്ടീഷുകാർ വിട്ടിട്ട് പോയ ഇന്ത്യ, അവിടെ നമുക്ക് ശരിയായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും ക്ഷാമം, സാമ്പത്തികമായ ഞെരുക്കം, പട്ടാളമില്ല, പോലീസില്ല, ഭരണ സംവിധാനങ്ങളില്ല. ഇങ്ങനെ ഒരു ദരിദ്രമാക്കപ്പെട്ട അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട, ചൂഷണം ചെയ്യപ്പെട്ട ഒരു രാജ്യം, ഒരു വലിയ രാജ്യം, ഏതാണ്ട് 10-40 കോടി ജനങ്ങളുമായിട്ട് നമ്മുടെ ഭരണാധികാരികൾ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതിൽ നമുക്ക് ഒരു ഭരണഘടന നമ്മൾ തയ്യാറാക്കി. ഏതാണ്ട് 1-2 വർഷങ്ങൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, നമ്മുടെ പ്രൊവിൻസുകളെ റെപ്രസെൻ്റ് ചെയ്തുള്ള പ്രൊവിൻഷ്യൽ അസംബ്ലികളിൽ നിന്നുള്ള പ്രതിനിധികൾ, മറ്റ് പ്രതിനിധികളും നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളെല്ലാം ചേർത്ത് 200-ൽ പരം ആൾക്കാർ ചേർന്ന് 1.5-2 വർഷം പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിൽ നമുക്കൊരു ഭരണഘടന സിദ്ധമായിട്ടുണ്ടായത്. ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടന നമ്മുടെ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണഘടനകളിൽ, ലിഖിതവും അലിഖിതവുമായ ഭരണഘടനകളിൽ നിന്നുള്ള നല്ല മാതൃകകൾ സ്വീകരിച്ച്, സ്വാംശീകരിച്ച്, നമ്മുടെ നാടിന് ഇണങ്ങുന്ന രീതിയിൽ അതാക്കി എടുത്ത് നമുക്ക് ഒരു ഭരണ അടിത്തറ ഉണ്ടാക്കുകയാണ് നമ്മൾ ഈ 1950 ഈ ഭരണഘടനാ സ്ഥാപനത്തോടുകൂടി സാധ്യമാക്കിയത്. ഈ ഒരു വലിയ ബൃഹത്തായ ഒരു സംരംഭം നമ്മുടെ ഈ തലമുറയ്ക്ക് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ്, പഠിക്കാനുള്ളൊരു വിഷയം എന്നതിൽ കവിഞ്ഞ് അതിലൊരു വൈകാരികമായ തലത്തിലേക്ക് അവർക്കതിനെ കാണാൻ കഴിയില്ല. അത് അവരുടെ കുറ്റമല്ല. കാരണം അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഭരിച്ചു. നമ്മുടെ വല്യപ്പന്മാർ സ്വാതന്ത്ര്യ സമരം നടത്തി, അടികൊണ്ട് ജയിലിലായി, ചിലരൊക്കെ മരിച്ചുപോയി. അതൊരു ചരിത്രമാണ്. അതിനകത്ത് ഞാനെന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു മനോഭാവത്തോടെയാണ് പുതിയ തലമുറ അതിനെ കാണുന്നെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അധ്വാനിക്കാതെ, നമ്മൾ കഷ്ടപ്പെടാതെ, നമ്മളൊന്നും നഷ്ടപ്പെടാതെ കിട്ടിയ എന്തും നമുക്കതിനോട് വലിയ മതിപ്പുണ്ടാവുകയില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തോടും നമ്മുടെ സ്വയംഭരണ അവകാശത്തോടും ഒക്കെ ഉള്ള ഒരു മനോഭാവം ഇങ്ങനെ രൂപം കൊണ്ടതാണ് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം 1950 ശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവത്യാഗം നടത്തിയവർ, ജയിലിൽ എത്രയോ കാലം ശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞവർ, ജീവൻ നഷ്ടപ്പെട്ടും പാതി ജീവനുമായിട്ട് വന്നവർ, സ്വന്തം വീടും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ടാവും. അങ്ങനെയുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാർ. അപ്പോൾ അവരുടെ ആ ഒരു എന്താണ് പറയുക, സാക്രിഫൈസ്, അവർ ജീവിതത്തിനുള്ള ത്യാഗം, ആ ത്യാഗത്തിന് പിന്നീട് അവർക്ക് കുറേ പേർക്കൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ള അർത്ഥത്തിൽ കുറേ പേർക്കെല്ലാം പെൻഷൻ കൊടുത്തു. അർഹരായവരും
കുറേ പേരൊക്കെ അനർഹരായവരുമൊക്കെ ആ പെൻഷൻ വാങ്ങിച്ചു. ഇന്നിപ്പോൾ പെൻഷൻ വാങ്ങിക്കുന്നവർ അധികം പേരൊന്നും കാണുകയില്ല, ജീവനോടെ ഇരിപ്പുണ്ടാവില്ല. നമുക്ക് സംഭവിച്ച ഒരു വലിയ പ്രശ്നം എക്കാലത്തും എവിടെയും സംഭവിക്കുന്നതാണ്. അവസരവാദികളായ ഒരു കൂട്ടം ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. അവർ അധ്വാനിക്കുകയില്ല, പക്ഷേ ഫലമെടുക്കുമ്പോൾ അതിൻ്റെ പങ്ക് പറ്റാനായിട്ട് അവിടെ വിദഗ്ധമായിട്ട് സമർത്ഥമായിട്ട് കടന്നുകൂടും. സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് അതിന് തലേദിവസം വരെ ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽ കൂടി നിന്ന് അവർക്ക് ഒത്താശകൾ ചെയ്തു കൊടുത്ത അനേകം പേർ, അവരിൽ ജന്മിമാരുണ്ട്, നാടുവാഴികളുണ്ട്, ഒരുപാട് പ്രമുഖരായ ആൾക്കാർ, സമ്പന്നരായിട്ടുള്ള ആൾക്കാർ, അവർക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച, ത്യാഗം സഹിച്ച കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വം സ്വീകരിച്ച് പെട്ടെന്ന് അവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരായി. യഥാർത്ഥത്തിൽ ത്യാഗം അനുഭവിച്ചവരൊക്കെ അവർക്ക് കഷ്ടനഷ്ടങ്ങളും അവർക്ക് ശബ്ദമില്ല. അവരെല്ലാം പിന്തള്ളിക്കൊണ്ട് ഒരു പുതിയ വർഗം ഈ രാജ്യത്ത് ഉദയം ചെയ്തു. അവസരവാദികളാണ്. യഥാർത്ഥത്തിലുള്ള നല്ല കോൺഗ്രസ്സുകാരുണ്ട്. അക്കൂട്ടത്തിൽ ഈ രാഷ്ട്രീയത്തിലേക്ക് വില പറഞ്ഞ് ഞാനും ഇതിനകത്ത് പങ്കാളിയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളും ഇതിനകത്ത് പങ്കാളിയായിരുന്നു, ഞങ്ങളും ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വലിയ വില കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ രാഷ്ട്രീയം ഒരു തരത്തിൽ ഒരു കലുഷിതമായി പോയി എന്ന് വേണം പറയാൻ. അന്ന് നമുക്ക് ഇന്ന് കാണുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും കോൺഗ്രസും പിന്നെ മത പാർട്ടികളും, മുസ്ലിം ലീഗുണ്ട്, പിന്നെ മത അടിസ്ഥാനമുള്ള സംഘടനകളുണ്ട്. ഇവരൊക്കെ ഒരു പുതിയ സാഹചര്യത്തിൽ പുതിയ വേഷം കിട്ടി നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ അവരുടെ പങ്ക് ഉറപ്പിച്ചു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അഭിമതരല്ലാത്ത പലരും കടന്നുകൂടി ഈ രാജ്യത്തിൻ്റെ ഗതിയെ കാര്യമായിട്ട് സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നത്തെ പല സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വന്നത് അങ്ങനെ വഴിവിട്ട ആ രീതിയിലുള്ള ആളുകൾ, സത്യസന്ധരല്ലാത്ത ആളുകൾ ഈ പൊതുജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച വളർച്ച, അത് സാമ്പത്തിക രംഗത്താണേലും സാമൂഹ്യ രംഗത്താണേലും നമ്മൾ ആ പ്രതീക്ഷിച്ച മാറ്റങ്ങൾ, സാമൂഹികമായ മാറ്റങ്ങൾ, രാഷ്ട്രീയമായ മാറ്റങ്ങൾ, സാമ്പത്തികമായ പുരോഗതി, ഇതൊന്നും ഉണ്ടാകാതെ പോയത് തൽപര കക്ഷികൾ ഈ സർക്കാർ സംവിധാനത്തിലേക്കും ഭരണ കേന്ദ്രങ്ങളിലേക്കും കടന്നു കയറി അവരെ ഒളിച്ചു കയറുകയൊക്കെ ചെയ്യും എന്നുള്ള ഒരു സത്യമുണ്ട്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്, എല്ലായിടത്തും സംഭവിക്കുന്നതാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ പ്രതീക്ഷിച്ചത്ര പുരോഗതി അല്ലെങ്കിൽ പുരോഗതിയുടെ വേഗം ഉണ്ടാകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ടാം എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.